നമസ്കാരം. അഡ്വക്കേറ്റ് അഭിജിത്ത് വിജയൻ. വാഹനമുള്ളവരാണ് നമ്മൾ ഭൂരിഭാഗം പേര്. വാഹനം ഇല്ലാത്തവരാണെങ്കിൽ വാഹനം ഉള്ളവരുടെ കൂടെ പെട്രോൾ പമ്പിൽ പോയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ സ്വന്തം വാഹനം കൊണ്ടെങ്കിലും പെട്രോൾ പമ്പിൽ പോയിട്ടുള്ളവരാണ്. ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഇന്നലെ ഞാൻ പെട്രോൾ അടിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന കുറെ കാൽക്കുലേഷൻസ് ആണ്. നിങ്ങളൊന്ന് നോക്കിക്കോണേ. ഇതിനകത്തൊരു കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനമുണ്ട്. ഏതെന്നറിയാമോ? ഡെൻസിറ്റി. നമ്മൾ ആദ്യം പെട്രോൾ പമ്പിൽ പോകുമ്പോൾ നമ്മൾ നോക്കുന്ന എന്താണ്? എത്ര രൂപയ്ക്ക് അടിക്കണം, എത്ര രൂപയ്ക്ക് അടിച്ചാൽ എത്ര ലിറ്റർ കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആ ബോക്സിലേക്ക് നമ്മൾ നോക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഏതിലേക്ക്? ഡെൻസിറ്റിയിലേക്ക് നോക്കാറേ ഇല്ല. ഒരു സാധാരണഗതിയിൽ ക്വാളിറ്റി ഉള്ളൊരു പെട്രോൾ എന്ന് പറയുന്നത് 720 മുതൽ 775 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെട്രോൾ പമ്പിന്റെ ഓണർ അല്ലെങ്കിൽ ആ പെട്രോൾ പമ്പിൽ പെട്രോൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി തരുന്നത് വളരെ ക്വാളിറ്റി കുറഞ്ഞ പെട്രോൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേപോലെ ഡീസലിന്റെ എന്ന് പറയുന്നത് 820 മുതൽ 860 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്. ഇതിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്കേക്ക് തരുന്ന ഡീസലിന്റെ അളവിന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഡെൻസിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ റേറ്റും ലിറ്ററും ആ ബോക്സിൽ കാണുന്ന റേറ്റും ലിറ്ററും ചെക്ക് ചെയ്യുന്നതിന് തൊട്ട് താഴെ ഒരു കുഞ്ഞ് കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെൻസിറ്റിയിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് പറ്റിക്കപ്പെടരുത്. ഇനി അങ്ങനെ പറ്റിക്കപ്പെട്ടാൽ നമുക്ക് മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ കൺസ്യൂമർ കോടതിയിലോ ഡയറക്റ്റ്ലി കേസ് പോകാം. ഓക്കെ, താങ്ക് യു.